Glory to God. Praise the Lord. Blessed be the name of the Lord. വളരെ അനുഗ്രഹീതമായ നല്ല ഒരു സായാഹ്നത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും ദൈവവചനം കേൾക്കാൻ, കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഓടി അടുത്തു വരാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഈ ചാനലിലൂടെ പുറത്തു വരുന്ന ദൈവവചനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്ന് നിങ്ങൾ വിളിച്ചറിയിക്കുന്നതിൽ, നിങ്ങൾ കമൻ്റ് ചെയ്യുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ സായാഹ്നത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാ സെറ്റപ്പും ചെയ്ത് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ഈ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ഉള്ളിൽ ദൈവം ഒരു വചനം ഇങ്ങനെ പറയാൻ തുടങ്ങി. ആക്ച്വലി നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു തംബ്നെയിൽ, അത് ദൈവം എനിക്ക് തന്നതാണ്. നിങ്ങൾ ഭൂമിയിലെ തീയാകുക. ദൈവം എനിക്ക് തന്നതാണ്. കൂട്ടത്തിലൊരു വചനം ഇങ്ങനെ അകത്തിരുന്ന് ആരോ സംസാരിക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി. ഞാനത് എൻ്റെ അകം സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വായി കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ വചനം ഇങ്ങനെ പറയാൻ തുടങ്ങി. വായി കൊണ്ട് പറയാൻ തുടങ്ങി. പറഞ്ഞ് അതൊരു സെൻറ്റൻസായി. എനിക്കിത് വചനമാണെന്നറിയാം, പക്ഷേ അതൊരു സെൻറ്റൻസായി. ഓടി ഞാൻ വന്നത് ബൈബിളിൽ എവിടെയാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ വൈഫിനോട് അത് ഷെയർ ചെയ്തു. ഒരു വചനം എൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. അത് ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രിപ്പയറായി ഈ റൂമിലേക്ക് വരാനായിട്ടുള്ള ഒരു ടൈം എത്തിയ സമയത്താണ് ഒരു വേർഡ് ഇങ്ങനെ സംസാരിക്കുന്നു. അതെന്തോ ദൈവത്തിന് വ്യക്തമായ എന്തോ ഒരു പ്ലാനിങ്ങോടെ ദൈവം സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എന്തോ ഇന്നത്തെ ആ വചനത്തിലൂടെ കർത്താവിന് എന്തോ ചെയ്യാനുണ്ടെന്ന് ഞാൻ വൈഫിനോട് ഷെയർ ചെയ്തു. അപ്പോൾ ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, അത് ഏത് റെഫറൻസ് ആണെന്ന് നോക്കിയിട്ടത് ഇന്ന് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ആ വേർഡാണ് ഞാൻ ആദ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റാണ്. അത് രണ്ടും ഒരു ദിവസമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ന് രാവിലത്തെ മെസ്സേജ് അത് എത്ര പേർക്ക് അനുഗ്രഹമായി എന്നെനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാവിലത്തെ മെസ്സേജ് അതും ഇതുപോലെ എൻ്റെ ഉള്ളം സംസാരിച്ചൊരു വചനത്തിനകത്തുനിന്ന് ഉരുവായതാണ്. നിശ്ചയമായിട്ടും അത് പൂർണ്ണമായി ആ സന്ദേശം കേട്ടവർക്ക്, ഈ അറ്റവും മുറിയും വാലും കേൾക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, പൂർണ്ണമായിട്ട് അത് കേട്ടവർക്ക് ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് അവർക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. അവർക്ക് ഇന്നത് അനുഗ്രഹമാകും. ഇന്ന് വൈകുന്നേരത്തെ ഈ സെഷനിലെ മെസ്സേജും അങ്ങനെ തന്നെ. തുടക്കവും ഒടുക്കവും അതിൻ്റെ ഇടയ്ക്കും ഒന്നും കേൾക്കുന്നവർക്കല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് അവർ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായി മാറും. ഞാൻ അത്ര കോൺഫിഡൻസിൽ പറയാനുള്ള കാരണം ഇന്നത്തെ ഈ വചനം എനിക്ക് കർത്താവ് തന്നതാണ്. ഈ പറയാൻ പോകുന്ന വചനം, വായിക്കാൻ പോകുന്ന വചനം എനിക്ക് കർത്താവ് തന്നതാണ്. ഒരു റിക്വസ്റ്റ് ഞാൻ എൻ്റെ മാന്യ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു, ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഒരു കമൻറ്റ് നിങ്ങൾ കഴിവുള്ളിടത്തോളം നിങ്ങൾ ഇടുക. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻഗേജ്മെൻറ്റ്സ് കൂടാനാണ്. കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായാലേ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോവുള്ളൂ. കൂടുതൽ ആൾക്കാരുടെ അരികിലേക്ക് പോയാലേ നമ്മൾ ഈ മിനിസ്ട്രി ചെയ്യുന്നതിൽ ഒരു ഫലമുണ്ടാകുകയുള്ളൂ. ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേർ ദൈവവചനത്താൽ സ്പർശിക്കപ്പെടും. ഇതൊരു ഓൺലൈൻ മിനിസ്ട്രിയാണ്. ഈ ഓൺലൈൻ മിനിസ്ട്രി പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ദർശനം. അനേകർ യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടതും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ മുമ്പിലായിരിക്കുന്നതിൻ്റെയും ഒക്കെ പിന്നിൽ ആരൊക്കെയോ കമൻറ്റ് ചെയ്തതിൻ്റെയും, ആരൊക്കെയോ സജസ്റ്റ് ചെയ്തതിൻ്റെയും, ആരൊക്കെയോ ഷെയർ ചെയ്തതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് നമ്മെ സ്പർശിച്ച ദൈവം മറ്റുള്ളവരെയും സ്പർശിക്കണം. നമ്മെ അനുഗ്രഹിച്ച ദൈവം മറ്റുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന ആ ഒരു കാഴ്ചപ്പാടോടെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, ഒരു കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും
വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ സഹകരണങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നിങ്ങൾക്ക് ഈ ചാനലിൽ വീഡിയോ കാണാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇന്ന് എന്നെ ഏൽപ്പിച്ച അനുഗ്രഹീതമായ തിരുവെഴുത്ത് ഞാൻ ആദ്യം വായിക്കുന്നു. ഇനി വായിക്കാൻ പോകുന്ന വചനം ദൈവം എൻ്റെ ഉള്ളത്തിൽ സംസാരിച്ച വചനമാണ്. ഞാൻ രണ്ടാമത് വായിക്കാൻ പോകുന്ന വചനം ഞാൻ പ്രാർത്ഥിച്ച ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങിയ വചനമാണ്. ആദ്യം ഞാൻ കർത്താവ് എനിക്ക് തന്ന തിരുവെഴുത്തിലേക്ക് പോവുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. 7-ാമത്തെ വാക്യമാണ് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു പ്രവചനാത്മാവിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. ഈ വേർഡ് എന്നോട് പറഞ്ഞ ഉടൻ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ കാര്യം ഇതാണ്. എന്തോ ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ പ്രവചനാത്മാവിൽ എന്തോ ചെയ്യാനുണ്ട്. ആ ഒരു വേർഡ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നതിലൂടെ ആ പ്രവചന ശബ്ദം ചാടി പിടിക്കുന്നവരുടെ ജീവിതത്തിൽ ആ ശബ്ദത്താൽ എന്തോ ചിലത് സംഭവിക്കാനുണ്ട് എന്ന് ഞാൻ ഇതൊരു പ്രവചനാത്മാവിൽ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുകയാണ്. ഒരു പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിച്ചെടുക്കാൻ ഇന്ന് ചില ദൈവമക്കളെ ഈ മീറ്റിങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യാദർശികമായിട്ടോ വെറുതെയോ അല്ല ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഇന്നായിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ മേൽ ചെയ്യാനുണ്ട്. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പ്രസംഗത്താലാണ് ദൈവം ജനത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം ചെയ്തത്. ഒരു വാക്കോടുകൂടെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് വ്യക്തികളെ എല്ലാം തന്നെ ക്രിയ ചെയ്ത് പുറത്തെടുത്തത്. ശബ്ദത്തോടുകൂടെയാണ് ദൈവം ആ ശുശ്രൂഷ ചെയ്തത്. നോക്കൂ, യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് താൻ ഈ ഭൂമിയിൽ ചെയ്ത മിനിസ്ട്രി എല്ലാം തന്നെ ഒരേ സമയം വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നതായി നമുക്ക് കാണാം. ഒന്ന്, താൻ പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിൽ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് അവരുടെ ജീവിതത്തിൽ വചനം കൊണ്ടെത്തിക്കുന്നത്. എത്തിക്കുന്ന വചനമാണ് അവരിൽ ക്രിയ ചെയ്യുന്നത്. അപ്പൊ പറയൂ, കർത്താവ് പ്രസംഗിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല. ഒരേ സമയം ദൈവം ആ മിനിസ്ട്രിക്ക് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മിനിസ്ട്രിക്കകത്ത് മറഞ്ഞു നിൽക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഗ്ലോറി ടു ജീസസ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വെറുതെ അല്ല ഇന്ന് രാത്രിയിൽ കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് ഈ ശബ്ദത്തിലൂടെ വലിയ കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. കർത്താവ് പ്രസംഗിച്ചു, പ്രസംഗത്തിലൂടെ ശബ്ദം പുറപ്പെട്ടു. ആ ശബ്ദം തൻ്റെ പ്രസംഗത്തെയും ദൈവവചനത്തെയും ജനത്തിൻ്റെ അരികിൽ കൊണ്ടെത്തിച്ചു. ആ വചനം തങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു, ഒരു പ്രതിക്രിയ ചെയ്തു. അവരിൽ ഓൾറെഡി ഉണ്ടായ ചില ക്രിയകളാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ ദൈവത്തിൻ്റെ പ്രതിക്രിയയാൽ രക്ഷിച്ചെടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ആ പ്രദേശങ്ങളിൽ അക്കാലത്ത് കർത്താവ് ചെയ്തിരുന്നത്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തെ, ഞാനൊരു പ്രവചന ശബ്ദം നിങ്ങൾക്ക് കൈമാറുകയാണ്. കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരു പ്രതിക്രിയ നടത്തി രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പോകുകയാണ്. ദൈവം ഒരു പ്രതിക്രിയ നടത്തി തൻ്റെ ശബ്ദത്താൽ
തൻ്റെ വചനത്താൽ, അഭിഷേകത്താൽ, ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ സ്വർഗം ഇന്ന് രാത്രി അത് ചെയ്യുക തന്നെ ചെയ്യും. ഒരു ക്രിയ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ക്രിയ നടക്കണമെന്ന് നീ ആരെ ചൊല്ലി പ്രാർത്ഥിക്കുന്നോ അവരുടെ മേൽ ആ ക്രിയ ഇന്ന് രാത്രി സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവമോ പകൽ തന്നോട് നിലവിളിക്കുന്ന, എൻ്റെ കർത്താവ് എന്നോട് ഈ വചനം സംസാരിച്ചപ്പോൾ ഞാൻ വ്യക്തമായി അറിഞ്ഞ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുക. ഒരു ക്രിയ ദൈവത്തിന് ഇന്ന് ചെയ്യാനുണ്ട്. ഞാൻ ഈ ദൂത് വ്യക്തിപരമായി ഞാൻ സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി, ക്രിയയ്ക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇത് സ്വീകരിക്കാൻ മനസ്സുള്ള എല്ലാവരുടെ ജീവിതത്തിലും സ്വീകരിക്കാം. ഞാൻ നിങ്ങളോടുകൂടെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവമോ പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദൈവം ഇവിടെ നോക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കൂട്ടരെയാണ്. ഇതിന് വചനങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ദൈവം ഇവിടെ കാണുന്നത് നിലവിളിക്കുന്ന ഒരു കൂട്ടത്തെയാണ്. ദൈവത്തോട് എന്തൊക്കെയോ പ്രതിക്രിയകൾക്കു വേണ്ടി ഭൂമിയിൽ ഒരു ഗത്യന്തരമില്ലാതെ, പിടിവള്ളിയില്ലാതെ ഒരു ദൈവിക സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മടുത്തുപോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലൂക്കോസ് ഈ സുവിശേഷം ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിച്ചെടുക്കുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരെയാണ്. 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഈ കൂട്ടരാരാണെന്നുള്ളത് കാണും. അത് എക്സ് ഓർ വൈ, അത് ആരോ ആയിക്കൊള്ളട്ടെ, ആരു തന്നെ ആയാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് കുലത്തിൽപ്പെട്ടവനായാലും, ഏത് വർണ്ണത്തിൽപ്പെട്ടവനായാലും, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അവൻ ഉത്തരം നൽകുമെന്നുള്ളത് വിശുദ്ധ ബൈബിളിലെ സത്യമാണ്. 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ ഒരു ഉപമ പറഞ്ഞത്. അപ്പൊ ഒരു ഉപമയിലൂടെയാണ് യേശുക്രിസ്തു ഈ കാര്യം മുൻപോട്ട് വയ്ക്കുന്നത്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥന മാത്രം കൈമുതലായിട്ടുള്ള ചില വ്യക്തികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സമയമായി. നമുക്ക് നോക്കാം, വിശുദ്ധ ബൈബിളിൽ അങ്ങനെ രാപകൽ ഒരു പണിയുമില്ലാതെ പ്രാർത്ഥിച്ചവരുണ്ടോ? രാപകൽ ഒരു പണിയുമില്ലാതെ വചനം വായിച്ചവരുണ്ടോ? ദൈവസന്നിധി വിട്ട് പിന്മാറാതെ ഇരുന്നവരുണ്ടോ? നമുക്ക് നോക്കാം. അതിനു മുൻപേ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന ഒരു വചനം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ 12-ാമത്തെ അധ്യായം അതിന്റെ 49-ാമത്തെ തിരുവചനം കൂടെ. 12-ാമത്തെ അധ്യായം 49-ാമത്തെ തിരുവചനം കൂടെ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു വേർഡാണ്, ഭൂമിയിൽ തീ ഇടാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന, ഒരുപക്ഷെ ഈ ലൈവ് മീറ്റിംഗിലായിരിക്കാം, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന് ശേഷമായിരിക്കാം, ഈ തിരുവെഴുത്ത് കേൾക്കുന്ന മാന്യ സുഹൃത്തിനെ നോക്കി ഇന്ന് ദൈവം പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ്. നിന്നെ ഈ ഭൂമിയിൽ അണഞ്ഞു പോകാനല്ല തമ്പുരാൻ നിന്നെ ഒരു നാൾ കത്തിച്ചത്, നിന്നെ അസാധാരണമായി കത്തിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്നും പദ്ധതിയിട്ടിട്ടുണ്ട്. നിന്നെ അണച്ചു കളയുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നീ ഒന്ന് കത്തി വരുമ്പോൾ തന്നെ കണ്ണുനീർ കൊണ്ട് അതിനെ അണച്ചു കളയാൻ, വാക്കുകൾ കൊണ്ട് അതിനെ അണച്ചു കളയാൻ, ആരോപണങ്ങൾ കൊണ്ട് അതിനെ അണച്ചു കളയാൻ, മടുപ്പ് കൊണ്ട് അതിനെ അണച്ചു കളയാൻ, ക്ഷീണം കൊണ്ട് അതിനെ അണച്ചു കളയാൻ ഒത്തിരി തന്ത്രമന്ത്രങ്ങൾ ഇതിന്റെ പുറകിൽ അരങ്ങേറുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മാന്യ സുഹൃത്തിനെ നോക്കി പറയുന്നു, ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിയുന്നതോടുകൂടെ ഇതുവരെ നീ കത്തിയിട്ടില്ലാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് നിന്നെ കത്തിക്കുന്ന ഒരു മീറ്റിംഗ് ആയി ഈ മീറ്റിംഗ് മാറുകയാണ്. ഈ മീറ്റിംഗ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.
ഓ, ഈ സാന്നിധ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു കർത്താവ് ഈ വാക്ക് പറയുമ്പം നമുക്ക്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ കേട്ടു നിന്നവർക്ക് തന്നെ വല്ലാത്ത ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ടായിരിക്കും. കാരണം യേശു ഒരു കാര്യം വെറുതെ പറയാറില്ല എന്ന് എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ യേശു പറഞ്ഞത് ഭൂമിയിൽ തീ ഇടാനാണ് വന്നിരിക്കുന്നത്. തീ എന്ന പദം വിശുദ്ധ ബൈബിളിൽ ആലങ്കാരികമായി പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ആലങ്കാരികമായി ഒരു ദൈവ പ്രവൃത്തിയെ കുറിക്കാനും ന്യായവിധിയെ കുറിക്കാനും ദൈവവചനത്തെ കുറിക്കാനും ദൈവശക്തിയെ കുറിക്കാനും ഒക്കെ തീ എന്ന പദം ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തീ അക്ഷരീകമായി ഇത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതിനെ ന്യായവിധിയായിട്ടൊക്കെ നമുക്ക് ചിത്രീകരിക്കാം. എന്നാൽ തൊട്ട് താഴെ പറയുന്ന വാക്കിനോടുകൂടെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തീ കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം മനുഷ്യന്റെ മേൽ പകരാനുള്ള പരിശുദ്ധാത്മാവിന്റെ നവജീവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപേ ഒരു തീയുടെ പകർച്ച ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. രാമേൻ പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഉണർന്നിരുന്നു കൊണ്ട് ആമേൻ പറയുക. ഈ മീറ്റിംഗിന് ആശീർവാദം പറയുന്നതിന് മുന്നേ ആ തീ നിന്റെ മേൽ ഇന്ന് പടരുക തന്നെ ചെയ്യും. ഈ അടുപ്പ് കത്തിക്കുന്ന വീടുകളിൽ നോക്കിയാൽ അറിയാൻ കഴിയും. ഉണക്ക വിറവിന്മേലാണ് ആദ്യം തീ പിടിപ്പിക്കുന്നത്. ചിരട്ടമേൽ ചാരമിട്ട് അതിൽ ഇച്ചിരി മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തീ ഇട്ടതിന് ശേഷം ആദ്യം പച്ചവിറകല്ല വെക്കുന്നത്, ഉണക്ക വിറക് കൊണ്ട് ആദ്യം വെക്കും. വേഗം കത്തിപ്പിടിക്കത്തക്ക രീതിയിൽ കൊണ്ടുവെക്കും. ശേഷം അതിലൊന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലേശം പച്ചവിറക് കൊണ്ട് കയറ്റി വെച്ചാലും അതിൻ്റെ ചൂട് തട്ടുന്ന സമയം വരെ കത്താതിരിക്കത്തുള്ളൂ. ചൂട് തട്ടിക്കഴിഞ്ഞാൽ മെല്ലെ 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 ചൂടായ ഭാഗത്തേക്ക് തീ പിടിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭ സമയത്തും ചെയ്യുന്നത് അത് തന്നെ. ചില ഉണക്ക വിറകുകളെ ഈ പ്രാരംഭത്തിൽ കർത്താവ് തൊടുന്നുണ്ട്. ആമേൻ. പച്ചക്കിരിക്കുന്ന ചില വിറകുകളെ ഈ ചൂട് തട്ടിച്ച് ഇന്നത്തെ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് നിന്നെയും തീ പിടിപ്പിക്കും. നിന്നെ ഈ കൂട്ടത്തിൽ കൊണ്ടുവന്നത് മറ്റുള്ള ചിലരോടുകൂടെ ചേർത്തൊന്ന് കത്തിക്കാനാ. നിന്നെ ദൈവം ഈ ഭൂമിയിൽ കണ്ടിരിക്കുന്നത് അണഞ്ഞു പോകാനല്ല. നിന്നെ ദൈവം അഭിഷേകം ചെയ്തത് അണഞ്ഞു പോകാനല്ല. ചിലതിനെ കത്തിക്കാനും, ചിലതിനെ അമർച്ച ചെയ്യാനും, ചിലതിനെ ഇടിച്ചു നിരപ്പാക്കാനും, ചിലതിനെ പണിവാനും വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്. സാന്നിധ്യം അനുഭവിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഈ സമയം കർത്താവിന്റെ ശക്തി അനുഭവിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. യേശുവിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാക്കുകളൊക്കെ നമുക്ക് വളരെ വിരളമായിട്ടാണ് കേൾക്കാൻ കഴിയുക. കർത്താവ് വളരെ ശാന്തശീലനാണ്, സമാധാന പ്രിയനാണ് ഒക്കെയാണെങ്കിലും തീയുടെ കാര്യം വന്നപ്പോൾ കർത്താവിൻ്റെ ഒരു വല്ലാത്ത ഒരു തിടുക്കം നമുക്കവിടെ, ആത്മാവിൻ്റെ ഒരു വേഗത നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഈ തീ എന്ന് പറയുന്നത് എപ്പോഴേലും കത്താനുള്ളതല്ല. തീ എന്ന് പറയുന്നത് കത്തേണ്ട സമയത്ത് കത്തേണ്ടതാണ്. തീ കത്തുന്നതിനൊരു സമയമുണ്ട്, കത്തി നിൽക്കേണ്ടതിനും ഒരു സമയമുണ്ട്. നിങ്ങൾ വീട്ടിൽ സദാസമയവും തീ കത്തിച്ചിടുന്നവരാണോ? ആണോ? അല്ല. തീ കത്താനൊരു സമയമുണ്ട്, കത്തിക്കാനൊരു സമയമുണ്ട്, കത്തിക്കാനൊരു രീതിയുണ്ട്. ഇല്ലേ? തീപ്പെട്ടി അവിടെ ഇരിപ്പുണ്ടെന്ന് അടുപ്പിനോട് പറഞ്ഞാൽ പോയി തീ കത്തുവോ? ഇല്ല. പോയി കത്തിച്ചാലേ കത്തുകയുള്ളൂ. എന്നതുപോലെ അവസരോചിതമായി സ്വർഗം ഇതിനകത്ത് ചിലരെ പണിതെടുത്തോണ്ടിരിക്കുകയാണെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. അവസരോചിതമായി ചിലരെ ഇതിനകത്ത് കർത്താവ് പണിതെടുത്തോണ്ടിരിക്കുകയെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിന്നെ കത്തിക്കാനുള്ള സമയമാണ്. ഒരുക്കിയെടുക്കുക ഇതിനകത്ത്. അതിന് ഏറ്റവും നല്ല സാഹചര്യം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നല്ലത്. ഹല്ലേലൂയ. ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിന്
ഏറ്റവും നല്ല സാഹചര്യം ഇത് തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച സമയം ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുള്ള സമയം ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും തകർച്ചയുള്ള സമയമാണ്. ഞാൻ ഇപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള സന്ദർഭങ്ങളും സമയങ്ങളും ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവവചനത്തോട് അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിലാണ്, എൻ്റെ ഏറ്റവും ക്രൈസിസ് ടൈമിലാണ് ഞാൻ കൂടുതലായിട്ട് ദൈവവചനത്തോട് അടുത്തിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണോ കടന്നു പോകുന്നത്, അത് ഏത് പീക്ക് ലെവലായാലും ഏത് ഡിം ലെവലായാലും, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ കടന്നു പോകുന്നത്, ആ അവസ്ഥയിൽ അനുയോജ്യമായ നിലയിൽ താങ്കളെ കത്തിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് സന്നദ്ധനാണ്. സഹകരിക്കുന്നവനെ കർത്താവിന് വേണം. സഹകരിച്ചു കൊടുക്കുന്നവനെ കർത്താവിന് വേണം. ഇതിനകത്ത് സ്ത്രീകൾ ദൈവവചനം കേൾക്കുന്നുണ്ട്, പുരുഷന്മാർ ദൈവവചനം കേൾക്കുന്നുണ്ട്, യുവാക്കൾ ദൈവവചനം കേൾക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എന്ത് തീ കൊണ്ട് കാര്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് വചനമുണ്ട്. യുവാക്കൾക്ക് എന്തിന് തീ, അല്ലെങ്കിൽ യുവാക്കൾക്ക് മാത്രമേ തീ മതിയോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ദൈവവചനമുണ്ട്. വയസ്സ് ചെന്ന എനിക്ക് തീ ലഭിച്ചിട്ട് എന്ത് ഗുണം, എന്നെ കൊണ്ട് ഇനി എന്താ ഗുണം എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ദൈവവചനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഈ സന്ദേശം ആരെയും അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് അവർക്ക്, ഇത് എനിക്ക്, ഇത് മറ്റേ ആൾക്കൊന്നും പറയാൻ കഴിയുന്നതല്ല. പൊതുവെ സ്വർഗം ഇന്ന് കൂട്ടി നിർത്തി ചിലതിന്റെ മേൽ ആ തീ പകരാൻ ഇന്ന് ദൈവാത്മാവ് പ്ലാൻ ചെയ്തിരിക്കുക. ദൈവത്തിന്റെ ഈ പ്ലാനിങ്ങിൽ ചില ഈവിൽ പ്ലാൻസ് ഇന്ന് ക്യാൻസൽ ആകും. കർത്താവിന്റെ ഈ തീയിൽ ചില ഈവിൽ പ്ലാൻസ് ചിലരുടെ ലൈഫിൽ നിന്ന് ക്യാൻസൽ ആകും. പ്രാർത്ഥിക്കാൻ കൃപയുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആ സാന്നിധ്യം സ്പർശിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ സ്തുതിയുടെ മുമ്പിൽ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. ഭൂമിയിൽ തീയിടാൻ വന്ന കർത്താവ് അവൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ ഭൂമിയിൽ തീ ഇടാൻ വന്നിരിക്കുന്നു. എവിടെയെങ്കിലും നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കർത്താവല്ല, വ്യക്തമായി നിന്നെ അപ്രോച്ച് ചെയ്ത് ചിലത് ചെയ്തു തരുന്ന ദൈവമാണ്. ജീസസ്. വചനം പറയുന്നു, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. വന്ന കർത്താവാണ്. വന്ന കർത്താവിനെ ചിലത് ചെയ്യാൻ പറ്റും. ഗ്ലോറി ടു ജീസസ്. ഈ ഭൂമിക്ക് നല്ല പരിചയമായി കർത്താവിനെ. അതായത് ഭൂമിക്ക് ഏറ്റവും നീഡി ടൈമിലാണ് യേശു ഈ ഭൂമിയിൽ കാലുകുത്തി. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതുമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഏറ്റവും നീഡി ടൈമായിരുന്നു. ശരിയല്ലേ? യേശു വന്നില്ലേ? യേശു നിങ്ങളെ തൊട്ടില്ലേ? നിങ്ങൾ യേശുവിനെ കണ്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ളത് വചനത്തിലൂടെയാണ്. നിങ്ങൾ തൊട്ടിട്ടുള്ളത് ആ പ്രസൻസിലൂടെയാണ്. ആ പ്രസൻസ് നിങ്ങൾക്കുണ്ടായത് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ്. സോ ഇന്ന് നിങ്ങളുടെ ലൈഫിലുള്ള അനുഭവങ്ങൾ യേശുവിനെ തൊടാനുള്ള അനുഭവങ്ങളാണ്. കമോൺ. ഇന്ന് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള അനുഭവങ്ങൾ യേശുവിനെ തൊടാനുള്ള അവസരങ്ങളാണ്, അല്ലെങ്കിൽ തൊടാനുള്ള ടിക്കറ്റാണ്. യൂസ് ഇറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ ഏറ്റവും അനുഭവങ്ങളുള്ള സമയങ്ങളായിരുന്നു. വേദനകളുടെയും നിരാശകളുടെയും സംഘർഷങ്ങളുടെയും. നിങ്ങൾ തിരുവെഴുത്തിൽ എനിക്ക് ഒന്ന് കാണിച്ചു തരാവോ? ഏതെങ്കിലും തിന്ന് പുളച്ചിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ യേശു സന്ദർശിച്ച ടൈം? സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്റെ വീട്ടിൽ ചെന്ന് കർത്താവ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ പോയത് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രമാണിയുടെ അരികിൽ യേശു പോയതും തൻ്റെ ഏറ്റവും നീഡി ടൈമിലായിരുന്നു. തൻ്റെ ലൈഫിന്റെ ഏറ്റവും വേദനാജനകമായ ഒരു സമയം. ഏറ്റവും പണ്ഡിതന്റെ അടുത്ത് പോയതും അതുപോലെ ഒരു നീഡി ടൈമിലായിരുന്നു. വേദനാജനകമായ സമയം. ഏറ്റവും സാധാരണക്കാരന്റെ അടുത്ത് യേശു പോയതും നീഡി ടൈമിലായിരുന്നു. ഒരു തിന്നു പുളച്ച് ഉല്ലാസത്തിൽ ഏർപ്പെട്ടിരുന്നവർക്കും യേശുവിനെ കാണാനോ യേശുവിനെ തൊടാനോ യേശുവിനെ അനുഗമിക്കാനോ യേശുവിനെ അനുഭവിക്കാനോ കഴിയാതിരുന്നപ്പോൾ വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലുമൊക്കെ നാം കോട്ട് ചെയ്ത് കർത്താവ് അത്ഭുതം ചെയ്തു എന്നും അവൾ യേശുവിനെ തൊട്ടു എന്നും അവൾ സൗഖ്യമായി എന്നും അവന്റെ ലെവല് മാറി എന്നും അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നും പറയുന്നു എന്നുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഇതൊക്കെ അനുഭവങ്ങൾ ഉള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളാണ്.
അനുഭവങ്ങൾ ഉള്ളവർക്കാണ് അത്ഭുതങ്ങൾ സ്വായത്തമാക്കാൻ കഴിയുക. നിനക്ക് എല്ലാ ദിവസവും സന്തോഷമാണ്, എല്ലാ ദിവസവും സൗഖ്യമാണ്, എല്ലാ ദിവസവും സുഖമാണ്, എല്ലാ ദിവസവും എൻജോയ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഈ കൃപ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഈ സന്ദേശത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടാകുമോ? ഗ്ലോറി ടു ജീസസ്. പ്രിയരെ, മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ കർത്താവ് കൊണ്ടുവരുന്ന ചില സന്ദർഭങ്ങൾ യേശുവിനെ തൊടുവാനുള്ള അവസരങ്ങളുടെ ടിക്കറ്റുകളാണ്, അല്ലെങ്കിൽ എൻട്രി പാസ് ആണ്. യേശുവിനെ സ്പർശിക്കാൻ ഓ മൈ ഗാഡ്, ഹല്ലേലൂയ, വല്ലാത്ത നിലയിൽ കർത്താവ് ഈ സന്ദേശത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു വന്നത് തന്നെ അനുഭവങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ്. കേവലം നിന്നെ മതം മാറ്റാൻ വന്നൊരു വ്യക്തിയല്ല എൻ്റെ യേശു, അല്ലെങ്കിൽ ഒരു ദീപു കൃഷ്ണയെ മതം മാറ്റാൻ വന്ന വ്യക്തിയല്ല യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ ആ കർത്താവിനെ എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ യേശു എനിക്ക് വന്നതൊരു അനുഭവമായി മാറിയതുകൊണ്ട്, താൻ എന്നെ തൊട്ടതുകൊണ്ട്, എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തെ തൊടാൻ അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. സോ നിങ്ങൾക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്നത് ഒരു നല്ല എൻട്രി പാസ് ആണ്. പലരും അതിനെ മറ്റു പലർക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ എൻട്രി പാസ് മറ്റു പലർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നെവർ ഡു ദാറ്റ്. നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുക. നിന്നെ തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. യേശു ഇത്രയും തിടുക്കത്തോടെ ചില കാര്യങ്ങളെ കർത്താവ് പ്രസന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ഈ ഭാഗത്താണ്. വളരെ തിടുക്കത്തോടെ യേശു ഒരു മിനിസ്ട്രി പോലും തിടുക്കത്തോടെ ചെയ്തിട്ടില്ല. ആരെയും യേശു തിടുക്കത്തോടെ സൗഖ്യമാക്കിയിട്ടില്ല. ആരെയും യേശു തിടുക്കത്തോടെ പ്രസംഗിച്ച് വിട്ടിട്ടില്ല, ഉപദേശിച്ചു വിട്ടിട്ടില്ല. പക്ഷെ ഇവിടെ മാത്രം യേശു ഒരു തിടുക്കം കാണിക്കുന്നു. അതിപ്പോഴേ വന്നെങ്കിൽ കൊള്ളായിരുന്നു. ചിലർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിപ്പോൾ, ഇപ്പൊ തന്നെ ആ തീ എന്റെ മേൽ വരട്ടെ കർത്താവേ, ഇപ്പൊ തന്നെ നീ എന്നെ തൊടണേ കർത്താവേ, ഇപ്പൊ തന്നെ നിന്റെ ശക്തി എന്റെ മേൽ പകരണേ കർത്താവേ. ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാണ് അവരൊക്കെ. ഹല്ലേലൂയ. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? യേശു ക്രിസ്തുവിന് പോലും ആ തീയെ കുറിച്ചുള്ള ഇച്ഛ എന്ന് പറയുന്നത് ഇത്ര വല്ലാത്ത ലെവലായിരുന്നു. അതായത് അത് കത്തേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളതിനെ കുറിച്ച് യേശു വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളൊരു തീ ആയിരിക്കുക. നിങ്ങളൊരു തീ അല്ലാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളെ സാത്താൻ പിടിക്കും എന്ന് പറഞ്ഞാൽ, തീയിൽ ഉറുമ്പ് വന്ന് ചുറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീയുടെ അടുത്തേക്ക് എന്തെങ്കിലും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വരുന്നതെല്ലാം ചാമ്പലായും കരിഞ്ഞും പോകും. ഇത് തന്നെയാണ് ഭൂമിയിലും തീ വീണാൻ സംഭവിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കർത്താവിന്റെ ക്രൂശ് മരണമാണ്. വായിക്കാം. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ടെന്ന് പറയുമ്പോൾ, സ്നാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മരണത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ്. മരണ പുനരുത്ഥാനത്തോട് കുറിക്കുന്നതാകുന്നു സ്നാനമെന്ന് നമുക്കറിയാം. യേശുക്രിസ്തു ഇവിടെ പറയുന്ന എനിക്കൊരു സ്നാനമേൽക്കാനുണ്ടെന്ന് പറയുന്നത് കർത്താവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. നാം ഓരോരുത്തരും സ്നാനമേറ്റത്, നിങ്ങൾ ആരും സ്നാനമേറ്റിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും സ്നാനമേൽക്കണം. അത് ബൈബിളിന്റെ കൽപ്പനയാകുന്നു. യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാകുന്നു. ആ സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് നാം എല്ലാവരും അനുരൂപപ്പെടാൻ, ഏകീഭവിക്കാൻ വേണ്ടിയിട്ടാകുന്നു നാം ആ സ്നാനമേൽക്കുന്നത്. അതാ യേശു പറയുന്നത്, ആ ക്രൂശു മരണത്തോടു കൂടെ യേശു വാഗ്ദത്തം ചെയ്ത തീ പരിശുദ്ധാത്മാവാകുന്നു. ഇന്ന് രാത്രിയിലും ആ പരിശുദ്ധാത്മാവാണ് ഇപ്പോഴേ വന്ന് കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യേശു പറയുന്നത്. കുഞ്ഞെ, നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന തീ, പരിശുദ്ധാത്മാവ് എന്ന അഗ്നി എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ യേശു പറയുന്നു, അത് ഇപ്പോൾ കത്തണം, അത് ഇപ്പോൾ കത്തണം, അത് ഇപ്പോൾ കത്തണം.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ആ തീ വീഴാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഇതിനകത്ത് കാണുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? രാപ്പകൽ തന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ആത്മീയ നിലവാരത്തിന് വ്യത്യാസമുണ്ട്. ഞാനത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ദൂതും കൂടെയുണ്ട്. രാപ്പകൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ റിസൾട്ടും ഉണ്ട്. ഈ കാലത്തിലും എനിക്കത് കാണിച്ചു തരാൻ കഴിയും. കഴിഞ്ഞുപോയ ചരിത്രങ്ങളിലും എനിക്കത് കാണിച്ചു തരാൻ കഴിയും. വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിക്കുന്ന ഒരു ഉപമയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 25 മുതൽ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 25 മുതൽ. യെരുശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേലുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ വരും വരായികകളെ കുറിച്ച് സംസാരിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ അഭിഷേകത്തിൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് വളരെ വ്യത്യാസമുണ്ട്. വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജൽപ്പനം പോലെ പ്രാർത്ഥിക്കുന്നതിനും വളരെ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മ നിറവിലാണ് ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അവൻ ഭൂമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ആത്മാവിന്റെ ശക്തിയോടുകൂടെ നിൽക്കുന്നവന്റെ അരികിലേക്ക് വരാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ശത്രു വരും, പക്ഷെ നിൽക്കത്തില്ല. വരും, പക്ഷേ കത്തിപ്പോകും. ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യുക തന്നെ ചെയ്യും. നോക്കൂ, ആമേൻ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. Glory to Jesus, glory to God, glory to God, glory to God, glory to Jesus. Ral brashatele kamara basia riba lagada shal prabhushathuna riyanthana ragarthuna prabala riyarthuna ragada jagal kamani athuri bidi 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 shaidas kamana athura riyanthana ragajagadaga shamtuni athura bala ragada ragadasia athuriya ragarthuna prabarthana shamdala gamana gadaga ഓക്കെ, സ്തോത്രം. നോക്കിയേ, കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി.
ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. 34-ാമത്തെ വാക്യം. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. സ്ത്രീയാകുന്ന മറിയയുടെ ജീവിതത്തിൽ ഒരു വാൾ കടക്കുമെന്ന് ശിമ്യോൻ പ്രവചിക്കുകയാണ്. യേശുവിന്റെ വരവിനെ കുറിച്ചും ശിമ്യോൻ അവിടെ പ്രവചിക്കുകയാണ്. യേശു എന്തിനു വന്നിരിക്കുന്നു എന്നുള്ളതും അവിടെ പ്രവചിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ അത് വായിക്കുന്നു. അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. ഒരടയാളത്തിനായിട്ട് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു എങ്കിൽ, ഒരടയാളത്തിനായിട്ട് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു എങ്കിൽ, ഇന്ന് രാത്രിയിലും നമ്മുടെ അടയാളമാകുന്ന യേശു ക്രിസ്തു നിമിത്തം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തെളിവായി കണ്ണിന് കാണാവുന്ന ചില അടയാളങ്ങൾ സ്വർഗം ഇന്ന് രാത്രി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പല അടയാളങ്ങളിൽ ഒന്നാകുന്നു യേശു എന്ന അടയാളത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിച്ച അന്യഭാഷാ വരങ്ങൾ. ഇന്നും അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരുടെ മേലേക്ക് ദൈവശക്തി ആവസിച്ചു തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ അത് വ്യാപരിച്ചു തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ അടയാള സഹിതം മർക്കോസിന്റെ മാളിക മുറിയിൽ അടയാളങ്ങളോടുകൂടെ വെളിപ്പെട്ട അതേ ഭാഷയുടെ വരങ്ങൾ, അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ അത് പകരും. 36-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും. 36-ാമത്തെ വാക്യം നോക്കുക. ആശേർ ഗോത്രത്തിൽ ഹനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും. അവരുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കണം. അവരുടെ ലൈഫിനെ കുറിച്ച് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യണം. 7 സംവത്സരം ഭർത്താവിനോടുകൂടെ, 84 സംവത്സരം വിധവയായി. നിങ്ങൾ ഓർക്കണം അവരെത്ര കാലം സന്തോഷത്തോടെ ജീവിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. വളരെ വയസ്സു ചെന്നവളുമായി. അടുത്ത വാക്യമായി എനിക്കിഷ്ടം. അടുത്ത പോയിന്റ് മുതല. ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും ആരാധന ചെയ്തു പോന്നു. എന്റെ പൊന്നു കർത്താവ്, ഇതൊക്കെ നമ്മൾ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. ഹന്നായെ കുറിച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലെ പ്രസംഗിക്കാൻ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട് ഹന്നായെ കുറിച്ചുള്ള പ്രസംഗം. പക്ഷേ അവരെ കുറിച്ച് ലൂക്കോസ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതി വെച്ചേക്കുന്നത് എന്താണെന്നറിയാമോ? കന്യാകാലത്തിൽ പിന്നെ 7 സംവത്സരം ഭർത്താവിനോടുകൂടെയും കഴിച്ച് 84 സംവത്സരം വിധവയും. അവരുടെ ജീവിതത്തിൽ അവരുടെ മേൽ വീണ തീയെ എടുത്തു കളയാൻ ഒരു ഒറ്റപ്പെടുത്തപ്പെടലിനും കഴിഞ്ഞിട്ടില്ല. അവരുടെ ആരാധനാലയത്തിൽ നിന്ന് അവരെ പിന്നിലോട്ട് വലിക്കാൻ ഒറ്റപ്പെടലിനും കഴിഞ്ഞിട്ടില്ല. വാർദ്ധക്യത്തിനു പോലും അവരുടെ ഉപവാസത്തെ റദ്ദ് ചെയ്യാൻ അവരനുവാദം കൊടുത്തിട്ടില്ല. കണ്ണുനീരിന്, സംഘർഷങ്ങൾക്ക്, വേദനയ്ക്ക് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഹന്നായെ പുറകിലോട്ട് വലിക്കാൻ തന്റെ അകത്ത് കിടന്ന തീ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയുക, ഒരു ഹന്നായെ കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്.
അവൾ ദൈവാലയം വിട്ടു പിരിയാത്ത അഭിഷേകമുള്ളൊരു സ്ത്രീയായിരുന്നു. ഉപവസിക്കാൻ അഭിഷേകമുള്ളൊരു സ്ത്രീയായിരുന്നു. പ്രാർത്ഥിക്കാൻ അഭിഷേകമുള്ളൊരു സ്ത്രീയായിരുന്നു. ദൈവശബ്ദം കേൾക്കാൻ അഭിഷേകമുള്ള സ്ത്രീയായിരുന്നു. അവളുടെ വാർദ്ധക്യത്തോളം പഴക്കം തൻ്റെ മേൽ കിടന്ന അഭിഷേകത്തിനുണ്ടായിരുന്നു. അവളുടെ വാർദ്ധക്യത്തോളം തെളിച്ചം തൻ്റെ മേൽ കിടന്ന അഭിഷേകത്തിനുണ്ടായിരുന്നു. വാർദ്ധക്യത്തോളം പക്വത തൻ്റെ മേൽ കിടന്ന അഭിഷേകത്തിനുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരു വകയും ഇപ്പോൾ നിങ്ങൾക്കില്ലായിരിക്കാം. ജീവിതത്തിൽ സുഖത്തോടെ ജീവിക്കാൻ ഒരു വകയും ഇപ്പോൾ നിങ്ങൾക്കില്ലായിരിക്കാം. ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഇപ്പോൾ നിങ്ങൾക്കില്ലായിരിക്കാം. പക്ഷേ ഹന്നായെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, കന്യാകാലം കഴിഞ്ഞ് പിന്നെ 7 സംവത്സരം ഭർത്താവിനോടുകൂടെ അവൾ ആളോടുകൂടെ ജീവിച്ചതിനേക്കാൾ ആളില്ലാതെ ജീവിച്ചതായിരുന്നു ഏറ്റവും അധികം. 84 സംവത്സരം വിധവ എന്ന മുദ്രയോടുകൂടെ അവൾ ജീവിച്ചു എങ്കിലും ദൈവാലയത്തിൽ നിന്ന് അവളെ പുറകിലോട്ട് വലിക്കാൻ, അഭിഷേകത്തിൽ നിന്ന് അവളെ പുറകിലോട്ട് വലിക്കാൻ, പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിൽ നിന്ന് പുറകിലോട്ട് വലിക്കാൻ, ആത്മധൈര്യത്തിൽ നിന്ന് പുറകിലോട്ട് വലിക്കാൻ, കൃപകളിൽ നിന്നും വരങ്ങളിൽ നിന്നും പ്രാർത്ഥനയുടെ തീയിൽ നിന്നും തന്നെ അണച്ചു കളയാൻ ഒരു ശക്തിക്കും അനുവാദം കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രിയിലും ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നത് ഒന്ന് കത്തിക്കാനാണ്. ഭൂമിയിൽ യേശു വന്നത് തീയിടാനാണ്. ഭൂമിയിൽ യേശു വന്നത് തീ പകരാനാണ്. ഇന്ന് രാത്രിയിലും താങ്കളെ ഇതിനകത്ത് ദൈവം തിരഞ്ഞെടുത്തത്, കൊണ്ടുവന്നത് ഒരു തീ നിന്റെ മേൽ പകരാനാണ്. വിശ്വസിക്കുന്നവർ ആരാധനാലയത്തിൽ നിന്ന് ഇറങ്ങിയവർ ഇതിനകത്തുണ്ട്. പ്രാർത്ഥനയിൽ മടുത്തുപോയവർ ഇതിനകത്തുണ്ട്. ആമേൻ. ദൈവ സാന്നിധ്യത്തിൽ കുറവ് സംഭവിച്ചവർ ഇതിനകത്തുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് കുറവ് വന്നവർ ഇതിനകത്തുണ്ട്. പക്ഷെ യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം നിന്നെ കത്തിക്കാനാണ്. അത് ഇപ്പോഴേ വീണെങ്കിൽ കൊള്ളായിരുന്നു. ബൈബിൾ പറയുന്നു, ആ നാഴികയിൽ അവളും അടുത്തു ചെന്ന് സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു സ്ത്രീ, വൃദ്ധയായവൾ, വയസ്സ് ചെന്നവൾ ഇവിടെ എന്ത് ചെയ്തു എന്ന് നോക്കുക. ഇന്ന് രാത്രിയിലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പുരുഷന്മാരോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, വയസ്സ് ചെന്നവൾ, 84 സംവത്സരം വിധവയായി കഴിഞ്ഞവൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഈ തീ നിന്റെ മേൽ കിടക്കുന്നത് എന്തിനാണെന്നറിയാവോ? സാക്ഷ്യം പറയാനാ. ഈ തീ നിന്റെ മേൽ ദൈവം പകർന്ന എന്തിനാണെന്നറിയാമോ? അവനെ ഉയർത്താൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്. ഈ തീ നിന്റെ മേൽ ദൈവം ഇട്ടേക്കുന്ന എന്തിനാണെന്നറിയാമോ? ഒരു സാക്ഷിയാകാനാ. നിന്റെ വായ് തുറക്കാൻ സമയമായി. പലരുടെയും മുമ്പിൽ അടഞ്ഞുപോയ നിന്റെ വായ് ഒരു സാക്ഷ്യത്തിനു വേണ്ടി ദൈവാത്മാവ് തുറക്കാനുള്ള ഒരു തീ നിന്റെ മേൽ ദൈവം ഇന്ന് രാത്രി പകരുകയാണ്. നോക്കൂ, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ആലയം വിട്ടിറങ്ങാത്ത ഹന്ന, പ്രാർത്ഥനയും ഉപവാസവും അടുത്തു പോകാത്ത ഹന്ന, ഈ വയസ്സ് കാലത്തിൽ കർത്താവിന്റെ സാക്ഷിയായി തീർന്നതിന്റെ പിന്നിൽ ആലയത്തിൽ നിന്ന് അവളുടെ മേൽ വീണ ഒരു തീയാണ്. ആലയത്തിൽ നിന്ന് അവളുടെ മേൽ വീണ ഒരു തീയാണ്. ആ തീ ഇന്ന് ചിലരെ തൊടുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം 22ഓളം ഉദ്ദേശങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആമേൻ. 22ഓളം ഉദ്ദേശങ്ങൾ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് തിരുവെഴുത്തിനകത്ത് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിലൊന്നാണ് നിങ്ങളെ അഭിഷേകത്തിൽ നിറയ്ക്കുക. ഞാനത് ആ പോയിന്റ് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സ്തോത്രം, പ്രൈസ് ടു ജീസസ്. അത് നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തെടുക്കുന്നത്
നന്നായിരിക്കും. താങ്ക് യു ജീസസ്. കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ കാര്യമായിട്ട് പഠിക്കുന്നവർ ഉണ്ടെങ്കിൽ അതവർക്ക് വളരെ അനുഗ്രഹമായിരിക്കും. ആമേൻ. ഷേൽ ബ്രാഥാസിയാന്തർ. ഓ ഷിയാന്തര ബല ബല. ഓ ഷേൽ ബ്രാസി ഖതലറമസിയ. നോക്കുക, 32 കാര്യങ്ങൾ ക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 1:21, യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം പാപത്തിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷിക്കുക. യോഹന്നാൻ 18:37, യഹൂദന്മാരുടെ രാജാവായിരിക്കാൻ. മത്തായി 5:17, ന്യായപ്രമാണം നിവർത്തിക്കുവാൻ. മത്തായി 9:13, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ. മത്തായി 10:34 മുതൽ 36 വരെ ഭേദിപ്പിക്കുവാൻ. മത്തായി 11:28 വായിക്കുകയാണെങ്കിൽ വിശ്രമം നൽകുവാൻ. നിങ്ങൾക്കുള്ള ദൂതാകട്ടെ ഇതൊക്കെ, എടുത്തു പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതിയേക്കുന്നു. ലൂക്കോസ് 9:56, നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. സഭയ്ക്ക് ജീവൻ നൽകുവാൻ. ആമേൻ. എഫേസ്യർ 5:27, സഭയ്ക്ക് ജീവൻ നൽകുവാൻ. മത്തായി 2:14, അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ. ലൂക്കോസ് 19:10, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ. മത്തായി 6:28, ഒരു പുതിയ നിയമം നൽകുവാൻ. ഇബ്രായർ 9:26, പാപം ചുമന്നൊഴിപ്പാൻ. യോഹന്നാൻ 12:27, മനുഷ്യന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ. മത്തായി 20:28, മനുഷ്യന് വീണ്ടെടുക്കുവില കൊടുക്കുവാൻ. ലൂക്കോസ് 4:18, പ്രസംഗിക്കാനും സൗഖ്യമാക്കാൻ. യോഹന്നാൻ 3:16, ലോകത്തെ വിധിപ്പാനല്ല അതിനെ രക്ഷിപ്പാൻ. ലൂക്കോസ് 12:49, ഭൂമിയിൽ തീ അയക്കുവാൻ. 1 തിമോത്തിയോസ് 1:15, രക്ഷയായിരിക്കുവാൻ. മത്തായി 3:11, പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുവാൻ. ഗലാത്യർ 1:13, ദുഷ്ടലോകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. യോഹന്നാൻ 9:39, ന്യായവിധി നടത്തുവാൻ. യോഹന്നാൻ 10:10, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ. മത്തായി 8:17, രോഗം വഹിക്കുവാൻ. യോഹന്നാൻ 12:46, ലോകത്തിന് വെളിച്ചമായിരിക്കുവാൻ. യോഹന്നാൻ 17:3, നിത്യജീവൻ നൽകുവാൻ. മത്തായി 10:28, മനുഷ്യരെ ശുശ്രൂഷിക്കുവാൻ. യോഹന്നാൻ 1:17, കൃപയും സത്യവും കൊണ്ടുവരുവാൻ. യോഹന്നാൻ 6:38, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ. 1 യോഹന്നാൻ 3:8, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ. 1 പത്രോസ് 1:21, ഒരു മാതൃകയായിരിക്കുവാൻ. 1 കൊരിന്ത്യർ 15:3, പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ. തീത്തോസ് 2:14, തനിക്ക് വേണ്ടി ഒരു പ്രത്യേക ജനത്തെ തന്നോട് ചേർത്ത് ശുദ്ധീകരിക്കുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലാകുന്നുണ്ട് യേശുക്രിസ്തു വന്നിരിക്കുന്നത്? യേശുക്രിസ്തു വന്നിരിക്കുന്നത് ആമേൻ, യേശുക്രിസ്തു വന്നിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണെന്നും എന്നെ പുതിയ ഒരു അനുഭവത്തിലേക്ക് നടത്താൻ വേണ്ടിയിട്ടുമാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുക്രിസ്തു വന്നത് ഭൂമിയിൽ തീ ഇടാൻ വേണ്ടിയിട്ടാണ്, തീ അയക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ. നിങ്ങൾ വിശ്വസിക്കുന്നോ? യേശുവിൻ്റെ തീ, യേശു അയക്കുന്ന തീ നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ഈ 32 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് മുഖാന്തരം ചെയ്യാൻ കഴിയും. ഇതിനകത്തുണ്ട് എൻ്റെയും നിങ്ങളുടെയും വിടുതൽ. ഇതിനകത്തുണ്ട് എൻ്റെയും നിങ്ങളുടെയും വിടുതൽ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കുമ്പോൾ ഈ തീ നിങ്ങളുടെ മേൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ തീ നിങ്ങളുടെ മേൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ഈ തീ ഇപ്പോൾ വ്യാപരിക്കും. കമാൺ ഷേലെ ബ്രഹാസിയ തരബല. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ തീ എൻ്റെ മേലൊന്ന് അയക്കണമേ എന്നൊന്ന് പറഞ്ഞേ.
കർത്താവേ, ഈ തീ എൻ്റെ മേലൊന്ന് അയക്കണമേ എന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞേ, യേശുവേ, ഈ തീ എൻ്റെ മേലൊന്ന് അയക്കണം. കർത്താവേ, ഇന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തീ ഈ ജനത്തിൻ്റെ മേൽ ഇന്ന് രാത്രിയിൽ അയക്കണമേ. ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ചില അധരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കുകയാണ്. അഭിഷേകത്തിനു വേണ്ടി ദാഹിക്കുന്ന, അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേലൊരു തീയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയാണ്. ഒരു രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ആ പരിശുദ്ധാത്മാവിൻ്റെ തീ ഈ സമയം വീഴുകയാണ്. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, രോഗങ്ങളെ ചുമന്നൊഴിപ്പാൻ ഈ ഭൂമിയിൽ വന്നവൻ്റെ തീ നിന്റെ മേൽ വീഴുകയാണ്. പൈശാചിക ബന്ധനത്തിൽ പെട്ടുകിടന്ന് അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ ആമേൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നവൻ്റെ തീ നിന്റെ മേൽ വീഴുകയാണ്. അപ്പോൾ അത് പ്രാപിക്കുക വിശ്വാസത്തോടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനായി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജീവന്റെ ശക്തി ഈ ജനത്തെ ഇപ്പോൾ തൊടുകയും സൗഖ്യമാക്കുകയും വിടുവിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ ചുവടെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ വിളിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് ഈ മിനിസ്ട്രിയെ മുമ്പോട്ടുള്ള പോക്കിനത് വളരെ സഹായകരമായിരിക്കും. നിങ്ങളാൽ കഴിയുന്ന ഓഫറിങ്സ് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ ഡയറക്റ്റ്ലി ബാങ്ക് ഡീറ്റെയിൽസും ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് ഞങ്ങളുടെ ഈ മിനിസ്ട്രിക്ക് നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകി മാനിക്കുന്ന ദൈവമാകുന്നുവല്ലോ. ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറും കൊടുക്കുന്നു. നിങ്ങൾക്ക് സൗകര്യാർത്ഥം വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. പറയുക അവരോട് ഇങ്ങനൊരു മിനിസ്ട്രി നടക്കുന്നുണ്ട് എന്ന്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള സന്ദേശങ്ങൾ കേൾക്കുക. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. അടുത്ത ദിവസം തമ്മിൽ കാണുന്നതുവരെ കർത്താവ് നിന്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ ഇത്രയും സമയമായിരുന്ന എല്ലാ ദൈവജനത്തോടും കൂടെയും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ ദൈവം തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.